പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളിപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി എന്ത് എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എല്ലാ രക്ഷിതാക്കളും മുന്നിലുള്ളത്. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊമേഴ്സിലായാലും ഹ്യൂമാനിറ്റീസിലായാലും സയൻസിലായാലും ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഏതായിരിക്കും കുട്ടിക്ക് എടുത്താൽ ശരിയാവുക എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എല്ലാ രക്ഷിതാക്കളും മുന്നിലുണ്ടാവുക. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെ മക്കൾ +1 +2 കഴിഞ്ഞു, ഹയർ സ്റ്റഡീസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരു 8 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷത്തിലേറെ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം പഠിച്ചിട്ട് ആ കാലത്ത്, അതായത് ഒരു 6 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കോഴ്സിന് എത്ര സാധ്യത ഉണ്ടാവും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒരുപാട് ആശങ്കകളോട് കൂടിയിട്ടാണ് രക്ഷിതാക്കൾക്കൊപ്പം ഉണ്ടാവുക. അപ്പം ഈ ഒരു സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇതിന് ശേഷം കുറച്ച് വീഡിയോകൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 10ാം ക്ലാസ് കഴിഞ്ഞു, മാർക്കുള്ള കുട്ടികളാണെങ്കിൽ, അതായത് 10ാം ക്ലാസ്സിൽ നല്ല സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്ത് എന്നുള്ളതും, മാർക്ക് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ, മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് എന്തുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകം പറയാൻ പോകുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ആദ്യത്തെ സാധ്യത അതാണല്ലോ, നമ്മളെ മക്കൾക്ക് എക്സാം എഴുതി ചില കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ചില കുട്ടികൾക്ക് മാർക്ക് കുറവായിരിക്കും. അപ്പോൾ ആ 2 കാറ്റഗറിയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, മാർക്കുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് സയൻസ് എന്നൊരു സ്ട്രീം ഏറ്റവും നല്ലതാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ, സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സയൻസ് പഠിക്കുന്ന എപ്പോഴും നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സയൻസ് +1 +2 സയൻസ് പഠിച്ചു, സാധ്യതകൾ നമുക്ക് സയൻസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും കുട്ടികൾ പഠിക്കുന്ന എല്ലാ CA ആണെങ്കിലും അതുപോലെ തന്നെ സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സോട് കൂടി എന്ത് സംവിധാനം വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ സയൻസ് പഠിക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു സാധ്യത. കാരണം എന്താ വെച്ചാൽ, അവർക്ക് മുന്നിൽ ഒരു വാതിലും അടയൂല, എല്ലാ സാധ്യതകളും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ സയൻസ് പഠിക്കുമ്പോൾ തന്നെ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം, ഹ്യൂമാനിറ്റീസ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായി സ്റ്റേബിൾ ആണ് എന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, എപ്പോഴും പറയും മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് റിസ്ക് എടുത്തും സാമ്പത്തികമായി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പറ്റുമെങ്കിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സംവിധാനത്തിൽ ചേർത്താൻ ശ്രമിക്കണം. അപ്പം എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള, അതായത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമാണ് എൻട്രൻസ് എന്നുള്ള തെറ്റായ ധാരണ നമുക്ക് ചുറ്റുമുണ്ട്. ഈ വർഷമൊക്കെ ഹാർവസ്റ്റിൽ ഏകദേശം 34ഓളം എൻട്രൻസ് എക്സാം മക്കളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എത്ര സ്കൂളുകളിലെ കുട്ടികൾ ഇതേപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവും? അപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കാത്തതോ അല്ലെങ്കിൽ അതിലുള്ള പഠിപ്പിക്കാത്തതോ അല്ല പ്രശ്നം. കുട്ടികൾക്ക് വേണ്ട സാധ്യതകൾ കാണിച്ചു കൊടുക്കാനുള്ളൊരു സംവിധാനം ഇല്ല എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആ കുട്ടികൾ ഇത് അറിയാത്തത് കൊണ്ടാണ്. അറിഞ്ഞിരുന്നെങ്കിൽ അവരും ഇതുപോലെ ആ എൻട്രൻസ് എക്സാമ്പിളൊക്കെ അവർ അപ്ലൈ ചെയ്യുന്നു, ഒരു പക്ഷേ നല്ല കോളേജിൽ അഡ്മിഷനും കിട്ടുമായിരുന്നു. അപ്പം ആദ്യത്തെ കാര്യം തന്നെ എന്താ, ഇൻ്റഗ്രേറ്റഡ് സംവിധാനത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ ഈ സാധ്യതകളൊക്കെ മക്കൾക്ക് കണ്ടെത്താൻ കഴിയും. കറക്റ്റായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് പോകാൻ പറ്റും. പണ്ടൊക്കെ സയൻസിൽ മാത്രമായിരുന്നു ഇൻ്റഗ്രേറ്റഡ് സംവിധാനം ഉള്ളത്. എന്നാൽ ഇപ്പോൾ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് സംവിധാനങ്ങളുണ്ട്. കൊമേഴ്സ് ആണെങ്കിൽ CA ACCA കോച്ചിങ്ങോട് കൂടിയുള്ള സംവിധാനം, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷന് കൂടിയുള്ള സംവിധാനം, അങ്ങനെ ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് സംവിധാനം വരുന്നുണ്ട്. ഈ 3 കോഴ്സുകളും ഹാർവസ്റ്റിലും ലഭ്യമാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസിലേക്കും വരുമ്പോൾ പൊതുവെ ഫീസും സയൻസിൻ്റെ അത്ര വരുന്നില്ല. അപ്പം എല്ലാ രക്ഷിതാക്കളും, ഏത് തരത്തിലുള്ള രക്ഷിതാക്കൾക്കും ഒരു പക്ഷേ ഉപയോഗപ്പെടുത്താവുന്ന സംവിധാനമാണ് ഇൻ്റഗ്രേറ്റഡ് സംവിധാനം എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് സംവിധാനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, റെസിഡൻഷ്യലി വേണോ നോൺ റെസിഡൻഷ്യൽ ബാച്ച് വേണം എന്നുള്ളത്. ഞാൻ എപ്പോഴും പേഴ്സണലി പ്രിഫർ ചെയ്യാറുള്ളത്, എപ്പോഴും നിങ്ങളൊരു ഇൻ്റഗ്രേറ്റഡ് സംവിധാനമാണ്, കൂടുതൽ സമയം പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ റെസിഡൻഷ്യൽ സംവിധാനം ഉപയോഗിക്കാൻ ശ്രമിക്കാം. കാരണം എന്താ വെച്ചാൽ, റെസിഡൻഷ്യൽ സംവിധാനമാകുമ്പോൾ കുട്ടികൾക്ക് ഭൂരിഭാഗം സമയം പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാനുണ്ടാവുക. നോൺ റെസിഡൻഷ്യൽ സംവിധാനമാകുമ്പോൾ വീട്ടിൽ പോയി വരികയും ഒരുപാട് സമയം നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പം റെസിഡൻഷ്യലി വേണോ നോൺ റെസിഡൻഷ്യലി വേണോ വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാം, റെസിഡൻഷ്യൽ സംവിധാനത്തിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളി റിസൾട്ട് വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായിട്ട് പറയാം. ആദ്യം തന്നെ നിങ്ങൾ സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നുള്ള വളരെ ആശങ്കയിലാണ് നിൽക്കുക. അതിലൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സയൻസാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കുഴപ്പമില്ല. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇൻ്റഗ്രേറ്റഡ് സംവിധാനത്തിൽ പഠിക്കാൻ ശ്രമിക്കാം. അതായത് സയൻസ് ആണെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങോടുള്ള സംവിധാനവും, അതുപോലെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസാണ് അതിനനുസരിച്ചുള്ള എൻട്രൻസിൻ്റെ സാധ്യതകൾ, അതായത് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ജോലി സാധ്യതയുള്ള ഫൗണ്ടേഷനോട് കൂടിയിട്ടുള്ള ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. മൂന്നാമത്തെ കാര്യം,
ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡ് സംവിധാനം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം റെസിഡൻഷ്യൽ സ്കീമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നോൺ റെസിഡൻഷ്യൽ സ്കീം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. കാരണം നമ്മൾ നല്ല ക്ലാസ് കിട്ടിയിട്ടും കാര്യമില്ല, നല്ല ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും അതുപോലെ നല്ല പഠനാന്തരീക്ഷം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടിലേക്ക് അത് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സംവിധാനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചേരുന്ന സ്ഥാപനം എന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് തുടങ്ങുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളിലൊക്കെ പോയി ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ മക്കളെ വെച്ചിട്ടായിരിക്കും എല്ലാ പരീക്ഷണങ്ങളും ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റിലൊരു 3-4 ബാച്ച് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് പോകുന്ന ബാച്ചായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത്ര നമ്മളെ മക്കൾക്ക് റിസൾട്ട് ഉണ്ട്. കാരണം നമ്മളെ മക്കളിലൂടെയാണ് അവർ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു തുടങ്ങുക. അപ്പം എപ്പോഴും മനസ്സിലാക്കുക, റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കാരണം അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉറപ്പായിട്ടുണ്ടാകും. ആ സിസ്റ്റത്തിലൂടെ നമ്മളെ മക്കൾ പോകുമ്പോൾ ഉറപ്പായിട്ടും നല്ല റിസൾട്ടിലെത്താൻ സാധ്യതയുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഹാർവസ്റ്റൊക്കെ തുടങ്ങും 11 വർഷങ്ങൾക്ക് മുമ്പ് ഹാർവസ്റ്റൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അന്ന് രക്ഷിതാക്കളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു വെച്ചാൽ, എന്തിനാ ഇപ്പോൾ +2 ഒപ്പം തന്നെ എൻട്രൻസ് നോക്കുന്നത്, റിപ്പീറ്റ് ചെയ്താൽ പോരെയെന്ന്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടി വന്നു, അത് റിപ്പീറ്റായി. പിന്നെ 3 വർഷം റിപ്പീറ്റിൻ്റെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പീറ്റ് ചെയ്ത് മക്കളുടെ ഏറ്റവും വിലപ്പെട്ട ഒരു കുട്ടിയുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് അവരുടെ +2 കഴിഞ്ഞിട്ടുള്ള ഒരു 3-4 വർഷം എന്ന് പറഞ്ഞ് ആ സമയം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ആ മക്കൾക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി പിന്നീട് അറ്റൈൻ ചെയ്യാൻ പറ്റാതാവും. ലൈഫിൽ ഭയങ്കര സ്റ്റെബിലിറ്റി കുറവാകാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ റിപ്പീറ്റ് മാക്സിമം കുറച്ചിട്ട് +2ൻ്റെ ഒപ്പം തന്നെ നല്ലൊരു കോച്ചിങ്ങും നല്ലൊരു കാര്യങ്ങൾ കൊടുത്ത് നല്ല പഠനവും കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് +2 കഴിയുമ്പോൾ നല്ലൊരു കോളേജിലേക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എൻട്രൻസിൻ്റെ സാധ്യതകളുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലാവണം നിങ്ങളുടെ മക്കളെ ചേർക്കേണ്ടത്. ഫീസ് അളവും അതുപോലെ തന്നെ സ്കോളർഷിപ്പൊക്കെ കണ്ടിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയി ചേർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് റിസൾട്ട് ആക്കാൻ കഴിയുന്ന കോൺഫിഡൻസിലായിരിക്കും ആ സ്ഥാപനം അത് പറയുന്നുണ്ടാവുക. പക്ഷേ അത് റിസൾട്ടാക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് വരും. ഫീസ് അളവല്ല നമ്മൾ നോക്കേണ്ടത്, ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഫീസ് അളവ് കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ചുകൊണ്ട് അവസാനം വരെ പോകുമ്പോൾ ഒരു പക്ഷേ നമ്മളെ കുട്ടിക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ കൃത്യമായി ഫീസ് അടക്കുന്ന സംവിധാനത്തിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സംവിധാനത്തിലാവണം നിങ്ങളുടെ മക്കൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് സ്കൂൾ സംവിധാനം പഠിക്കേണ്ടത് ഉറച്ചൊരു തീരുമാനം നിങ്ങളെല്ലാവരും എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കൾക്കുള്ള ആശങ്കയാണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് സംവിധാനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു അവസ്ഥ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. മാർക്കുണ്ട്, നല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നൊക്കെ മാർക്കുള്ള കുട്ടികളുടെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ മാർക്കുണ്ട്, നല്ല മാർക്കുണ്ട്, പക്ഷേ ഇൻ്റഗ്രേറ്റഡ് സംവിധാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൽ ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് നല്ല സ്കോളർഷിപ്പ് എക്സാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് പോയി എഴുതി നോക്കുക. എഴുതുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി നല്ല മാർക്ക് വരുന്ന കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു സ്കോളർഷിപ്പ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മളതൊന്നും ട്രൈ ചെയ്യാതെ, നമ്മൾ അങ്ങോട്ട് പോയി നോക്കാതെ നമ്മൾ പുറത്തുനിന്ന് വിലയിരുത്തിയിട്ട് കാര്യമില്ല. ഒരുപാട് സാധ്യതകൾ നമ്മളെ മുന്നിലുണ്ട്. അത് നിങ്ങൾ പോയി ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് എവിടെയെങ്കിലും നല്ല സംവിധാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ കഴിയും, മാർക്ക് ഉണ്ടെങ്കിൽ.